നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഇന്നലെ പഠിച്ചതിൻ്റെ ബാലൻസാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് ദ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഓഫ് മാനേജ്മെൻ്റ് ആണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ദ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ്. അതായത് മാനേജ്മെൻറ്റ് ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉടലെടുത്തത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള ക്ലാസ്സുകളൊന്ന് കാണുക. അതായത് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പോൾ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്നുള്ള മേഖലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിലാദ്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോയിൻ്റ് ഉണ്ട് അല്ലേ? നമുക്കൊന്ന് നോക്കാം അതെന്താണ്. മാനേജ്മെൻറ്റ് ആസ് എ ഫോർമൽ ഡിസിപ്ലിൻ എവോൾവ്ഡ് ഓവർ ടൈം ഡ്യൂ ടു. അപ്പോൾ ഈ മാനേജ്മെൻ്റ് എന്നുള്ള ആ ഒരു വിഷയം എങ്ങനെയാണ് ഉടലെടുത്തത് എന്ന് ചോദിച്ചാൽ, മാനേജ് ചെയ്യേണ്ടുന്നതായ സാഹചര്യങ്ങളും സിറ്റുവേഷനും വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഓർക്കേണ്ടി വരിക. അതാദ്യമായിട്ട് സംഭവിച്ചപ്പോഴാണ് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലേ, വ്യവസായവൽക്കരണം എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോഴാണ്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് വ്യവസായങ്ങൾ വരുമ്പോൾ തൊഴിലാളികളെ മാനേജ് ചെയ്യണം, ഉദ്യോഗസ്ഥരെ മാനേജ് ചെയ്യണം, യന്ത്രങ്ങളെ മാനേജ് ചെയ്യണം, മൊത്തത്തിലെല്ലാം മാനേജ് ചെയ്യേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായി അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷൻസ്. ആ ഒരു ഓർഗനൈസേഷൻ്റെ സങ്കീർണത എന്ന് പറയുന്നത് വർദ്ധിക്കുകയാണ്. വ്യവസായ വിപ്ലവം വരുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഉൽപ്പാദനം നടത്തണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ, ഏതൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നീഡ് ഫോർ സിസ്റ്റമാറ്റിക് കോർഡിനേഷൻ ആൻഡ് ലാർജ് വർക്ക് ഫോഴ്സസ്. അതായത് നമുക്കുള്ള ആ ഒരു തൊഴിൽ ശക്തിയെ, അമിതമായ തൊഴിൽ ശക്തിയെ എന്ത് ചെയ്യേണ്ടി വരും? വളരെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ തൊഴിൽ ശക്തിയെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ എന്തിനെക്കുറിച്ച് ബോധവാന്മാരായത്? മാനേജ്മെൻ്റ് എന്ന് പറയുന്നൊരു സംവിധാനത്തെക്കുറിച്ച് ബോധവാന്മാരായത്. അങ്ങനെയാണ് നമ്മൾ ഈ മാനേജ്മെൻ്റ് എന്നുള്ള ചിന്തയെ അല്ലെങ്കിൽ മാനേജ്മെൻ്റ് എന്നുള്ള ആശയത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് മാനേജ്മെൻ്റ് എന്നുള്ള ആശയം തന്നെ ഉടലെടുത്ത് വന്നത്. ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ഈ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന വിഷയം നമ്മൾ നോക്കിയാൽ മണി മാനേജ്മെൻറ്റ് അതിൽപ്പെടുന്നതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അതിൽപ്പെടുന്നതാണ് അല്ലേ, എംപ്ലോയി ബിഹേവിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൽപ്പെടുന്നതാണ്, ട്രേഡ് യൂണിയൻ മാനേജ്മെൻറ്റ് അതിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനെയും നമുക്ക് എന്താണ്, ഒരു ബഹുമുഖ വിഷയങ്ങളുടെ ഒരു സമകാലികമായിട്ടുള്ളൊരു പതിപ്പെന്ന് വേണമെങ്കിൽ മാനേജ്മെൻറ്റിന് വിശേഷിപ്പിക്കാം. അതിലെന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? എക്കണോമിക്സ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. അപ്പോൾ സൈക്കോളജിയും സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും എല്ലാം ഉൾപ്പെടുന്ന ഒരു ബഹുമുഖ വിഷയം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന മാനേജ്മെൻറ്റ് എന്ന ആശയം അവിടെ ഉടലെടുക്കുകയാണ്. ഇനി നമ്മൾ നോക്കിയ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഫേസസ് ഇൻ ദ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് തോട്ട്, മാനേജ്മെൻറ്റ് എന്നുള്ള ചിന്ത ഉടലെടുത്തത് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പ്രീ സയൻറ്റിഫിക് ഇറ എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ എന്താണ് പ്രീ സയൻറ്റിഫിക് ഇറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രീയമായ ആശയങ്ങളെല്ലാം ഉടലെടുക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ പ്രീ സയൻറ്റിഫിക് ഇറ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അത് ഏകദേശം ഒരു 1880-കൾക്ക് മുൻപാണ് അല്ലേ? 1880-കൾക്ക് മുൻപ് ഉള്ളൊരു കാലഘട്ടം. അതായത് വ്യവസായ വിപ്ലവത്തെ സംബന്ധിച്ച് നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരുന്നതിന് മുൻപുള്ള ആ ഒരു കാലഘട്ടം. 1881 ആദ്യമായിട്ട് ഫാക്ടറീസ് ആക്ട് പോലും വരുന്നത്. അപ്പോൾ ആ ഫാക്ടറീസ് ആക്ട് പോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നതിന് മുൻപാണ് ഇത് നടന്നത് എന്ന് ഓർത്തേക്ക്. അപ്പോൾ പ്രീ സയൻറ്റിഫിക് ഇറ എന്നാണ് നമ്മൾ ഈ ഒന്നാമത്തെ കാലഘട്ടത്തിന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്? പ്രീ സയൻറ്റിഫിക് ഇറയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്? നോ ഫോർമൽ തിയറീസ് ഓർ സിസ്റ്റംസ്. അതായത് അന്നത്തെ കാലത്ത് 1880-കൾക്ക് മുൻപ് അവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സിദ്ധാന്തങ്ങളും ഇല്ലായിരുന്നൊരു കാലഘട്ടമാണ് അല്ലേ? നോ ഫോർമൽ തിയറീസ് ഓർ സിസ്റ്റംസ്. അപ്പോൾ ഫോർമൽ തിയറികളും സിസ്റ്റങ്ങളും ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെയോ മാനേജ്മെൻറ്റ് ബേസ്ഡ് ഓൺ ട്രയൽ ആൻഡ് എറർ, പേഴ്സണൽ എക്സ്പീരിയൻസ്. അതായത് ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസിനെ മാത്രം ബേസ് ചെയ്ത്, ആ വ്യക്തി എന്താണോ പറയുന്നത് അതിനെ മാത്രം ബേസ് ചെയ്ത് ഒരു ലീഡർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റമായിരുന്നു നമ്മൾ ഈ പറയുന്ന പ്രീ സയൻറ്റിഫിക് ഇറയിൽ ഉണ്ടായിരുന്നത്. പിന്നെയോ പ്രാക്ടീസസ് പാസ്ഡ് ഡൗൺ ഇൻഫോർമലി. അതായത് ഒരു അപ്രൻറ്റീസ്ഷിപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു ആർട്ടിസൺഷിപ്പ് അതൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു ചെറിയ രീതിയിലുള്ളൊരു പരിശീലനം മാത്രം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ട്രെയിനിങ് പോലെയൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതായത് അനൗദ്യോഗികമായിട്ടുള്ള പരിശീലനങ്ങളും ക്രമങ്ങളും ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കിയേ, ഏൻഷ്യൻ്റ് ഇന്ത്യൻ അല്ലേ ടെക്സ്റ്റുകൾ നോക്കിക്കേ, പഴയ പൗരാണിക കൃതികളും നോക്കിക്കേ,
കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് അല്ലേ. എംഫസൈസ് ദ ഗവേണൻസ്, ഡെലിഗേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പം നമ്മുടെ ആ ഒരു വിശ്വസ്തതയെക്കുറിച്ച്, ഭരണനിർവഹണത്തെക്കുറിച്ച്, ഡെലിഗേഷനെക്കുറിച്ചൊക്കെയാണ് ഈ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞത് കൂടുതലും കൈകാര്യം ചെയ്തിരുന്നത്. പിന്നെയോ മിലിറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റോമൻ ആർമീസ് ഫോർ കോർഡിനേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. അപ്പോൾ റോമൻ ആർമികളും മറ്റുമൊക്കെ എന്താണ് അന്നത്തെ കാലത്ത് ഈ കോർഡിനേഷനും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആ വലിയൊരു ആർമി എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. പിന്നെയോ അർത്ഥശാസ്ത്രം, കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം, അത് ഭരണനിർവഹണത്തെക്കുറിച്ച്, അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച്, ആ രാഷ്ട്രത്തിൻ്റെയും തലവൻ്റെയും വിശ്വസ്തതയെക്കുറിച്ചൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ ഇതൊക്കെയാണ് നമുക്ക് 1880 മുൻപുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ശാസ്ത്ര സാങ്കേതികപരമായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് ജനങ്ങളെയും രാജ്യത്തെയും ഒക്കെ മാനേജ്മെൻറ്റ് ചെയ്തിരുന്ന ആ രീതിയെക്കുറിച്ച് നമുക്ക് വിശദമാക്കി തരുന്നത് കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം പോലെയുള്ള കൃതികൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കിയാൽ എന്താണ് റെലവൻസ്, അതിൻ്റെ പ്രസക്തി എന്താണ്? റെലവൻസ്, റൂട്ട്സ് ഓഫ് ലീഡർഷിപ്പ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഹൈറാർക്കിൽ സ്ട്രക്ചർ, ഇതെല്ലാം അന്നുമുണ്ടായിരുന്നു. ലീഡർഷിപ്പിൻ്റെ ഒരു റൂട്ട് അവിടെ ഉണ്ടായിരുന്നു അല്ലേ. റൂട്ട്സ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരു ആ ഒരു ക്രെഡിബിലിറ്റി എന്ന് നമ്മൾ പറയുന്ന സാധനമാണ് ഇവിടെ അക്കൗണ്ടബിലിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, റൂട്ട്സ് ഓഫ് ലീഡർഷിപ്പ്, അക്കൗണ്ടബിലിറ്റി. പിന്നെയോ ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഉണ്ട്. ഹൈറാർക്കിയൽ സ്ട്രക്ചർ എന്ന് പറയാൻ നേരത്ത് എന്താ പെടുന്നത്? നമ്മുടെ താഴെത്തട്ടിൽ നിന്ന് മേൽത്തട്ടിലേക്ക്, അല്ലെങ്കിൽ മേൽത്തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്കുള്ളൊരു ശ്രേണീപരമായ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ റൂട്ട്സ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്, അക്കൗണ്ടബിലിറ്റിയും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇതായിരുന്നു ആദ്യത്തെ തിയറി എന്ന് പറയുന്നത്. ഏത് തിയറി? നമ്മുടെ ഫേസസ് ഓഫ് എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, അതിലെ ആദ്യത്തെ ശ്രേണി എന്ന് പറയുന്നതാണ് പ്രീ സയൻറ്റിഫിക് എറയാണ്. 1880 മുൻപുള്ള ആ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നത് കേട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന രീതിയായിരുന്നു. അതായത് അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യൻ്റെ രീതി, പിന്നെയോ റോമ സാമ്രാജ്യത്തിലെ മിലിറ്ററി മാനേജ്മെൻറ്റും ഒക്കെയാണ് നമ്മളിതിൽ എക്സാമ്പിളായിട്ട് എടുത്തിരുന്നത്. ഇനി രണ്ടാമത്തേത് നോക്കി എന്താണ്? ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി. ആ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയുടെ കാലഘട്ടമായിട്ട് എടുത്തിരിക്കുന്ന 1880 മുതൽ 1930 വരെയുള്ളൊരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി എന്ന പേരിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുമ്പോൾ 1880 മുതൽ 1930 വരെയുള്ള ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി എന്ന പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ഉപജ്ഞാതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ആരെല്ലാമാണ് അതിൻ്റെ ഉപജ്ഞാതാക്കൾ? അതിൻ്റെ ഉപജ്ഞാതാക്കളാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നൊരു ആശയം വരുന്നുണ്ട് അല്ലേ. ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയിൽ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ വക്താവ് ആരാണ്? അത് FW ടൈലറാണ് കേട്ടോ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ വക്താവ് ആരെന്ന് ചോദിച്ചാൽ അത് FW ടൈലറാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ വക്താവ് ആരാണ്? അത് FW ടൈലറാണ്. അവർ പറഞ്ഞ കാര്യം എന്താണ്? ഫീച്ചർ ഓഫ് ഡിസ്ക്രിപ്ഷൻ, അതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യം എന്താണ്? അത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ഏരിയ അല്ലേ. കീ ഫോക്കസ് എന്തിനൊക്കെയായിരുന്നു? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൂടുതലും പ്രാധാന്യം കൊടുത്തിരുന്നത് എഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുത്തു അല്ലേ. എഫിഷ്യൻസി എന്താണ്? കാര്യക്ഷമത എന്ന് പറയുന്നതാണ് അല്ലേ. പ്രൊഡക്ടിവിറ്റി, നമ്മൾ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നതാണ്. സ്റ്റാൻഡേർഡൈസേഷൻ, തരംതിരിക്കൽ അല്ലേ. അങ്ങനെ സ്റ്റാൻഡേർഡൈസേഷനും പ്രൊഡക്ടിവിറ്റിക്കും എഫിഷ്യൻസിക്കും കൂടുതൽ ഊന്നൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെയോ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തെല്ലാമായിരുന്നു? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്, അതായത് ഒരു സമയത്തിനുള്ളിൽ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രത്തോളം കാര്യങ്ങളാണ് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത്, സമയബന്ധിതമായിട്ടാണോ വർക്ക് നടക്കുന്നത് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെയോ ഡിഫറൻഷ്യൽ വേജ് സിസ്റ്റംസ്, അതായത് വിവിധ തരത്തിലുള്ള കൂലിയായിരുന്നു. അതായത് ഒരു അടിസ്ഥാനപരമായ തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരേ കൂലി ആയിരുന്നില്ല. കൂലി എന്ന് പറയുന്നത് ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ട് വ്യത്യാസപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെയോ ഡിവിഷൻ ഓഫ് ലേബർ വരുന്നുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയാൻ നേരത്തെ എന്താണ്? ഡിവിഷൻ, അതായത് ജോലിയുടെ വിഭജനം എന്ന് പറയുന്നത് ഇവിടെ ഉൾപ്പെട്ടു. അതായത് ഏതെങ്കിലും ജോലിക്ക് അനുയോജ്യനായിട്ടുള്ള ഒരാളിനെ ആ ജോലിയിലേക്ക് നിയോഗിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കീ ഫോക്കസസ് എന്ന് പറയാൻ നേരത്ത് എഫിഷ്യൻസിയിലും പ്രൊഡക്ടിവിറ്റിയിലും സ്റ്റാൻഡേർഡൈസേഷനിലും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ടൈം മാനേജ്മെൻറ്റിലും മോഷൻ സ്റ്റഡീസിലും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. പിന്നെയോ ഡിഫറൻഷ്യൽ വേജ് സിസ്റ്റംസ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെയോ ക്രിറ്റിസിസം എന്ന് പറയാൻ നേരത്താണ് വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ക്രിറ്റിസിസം ഇഗ്നോർഡ് ഹ്യൂമൻ ആസ്പെക്റ്റാണ്. ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ്? വിമർശനാത്മകമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന എന്താണ്? ഇഗ്നോർഡ് ഹ്യൂമൻ ആസ്പെക്റ്റ്. ഹ്യൂമൻ ആസ്പെക്റ്റിന് എന്ത് ചെയ്തു? ഇവരങ്ങോട്ട് അവഗണിച്ചു. അതാണ് ഇഗ്നോർഡ് ഹ്യൂമൻ ആസ്പെക്റ്റ്. ഇഗ്നോർഡ് ഹ്യൂമൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഗ്നോർഡ് ഹ്യൂമൻ ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ആ ഹ്യൂമൻ ആസ്പെക്റ്റിന് എന്ത് ചെയ്തു? ഇവരങ്ങോട്ട് പാടെ മറന്നു.
സീനാസ് എക്സ്പ്ലോയിറ്റേറ്റീവ്. ചൂഷണ സ്വഭാവം മാത്രമായിരുന്നു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് ഉണ്ടായിരുന്നത്. അവർ ജോലിയെ തരംതിരിച്ചു, കൂലി എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുത്തി കൊടുത്തു, പിന്നെയോ സമയത്തെയും അടിസ്ഥാനപ്പെടുത്തി തൊഴിലിനെ നിയന്ത്രിച്ചു. അവിടെ പ്രാധാന്യം കൊടുത്തിരുന്നത് എഫിഷ്യൻസിക്കും പ്രൊഡക്ടിവിറ്റിക്കും സ്റ്റാൻഡർഡൈസേഷനും മാത്രമായിരുന്നു അവിടെ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ FW ടൈലറുടേതായിട്ടൊരു സിസ്റ്റം എന്ന രീതിയിൽ നമ്മൾ നോക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഫോർഡ്സ് അസംബ്ലി ലൈൻ എന്ന് പറയും. അതായത് ഫോർഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി അവരുടെ ഒരു അസംബ്ലി ലൈൻ, ആ കാർ നിർമ്മിച്ച് പുറത്തിറക്കുന്ന ഒരു അസംബ്ലി ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അതായത് ഇപ്പോൾ ടയർ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു ടീം കാണും, സ്റ്റിയറിങ്ങും യന്ത്രസാമഗ്രികൾ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു ടീം കാണും, ബോഡി ഫിറ്റ് ചെയ്യുവാനായിട്ട് വേറൊരു ടീം കാണും, ഗ്ലാസ് ഫിറ്റ് ചെയ്യാനായിട്ട് വേറൊരു ടീം കാണും, ഇത് ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരു ടീം കാണും, ഈ ഉൽപ്പാദിപ്പിച്ച് വരുന്ന പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെക്കുവാനായിട്ട് ഒരു ടീം കാണും. അങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ ഉൾപ്പെടെ എല്ലാം തരംതിരിച്ചിട്ടുള്ളൊരു സംവിധാനമാണ് ഈ പറയുന്ന FW ടൈലറുടെ സിദ്ധാന്തമായിട്ടുള്ള സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സിദ്ധാന്തം. ഇത് 1880 മുതൽ 1930 വരെ പ്രാവർത്തികമായിരുന്ന ഒരു ശൈലിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഹെൻറി ഫയോളിൻ്റെ തിയറിയാണ്, അല്ലേ? ഹെൻറി ഫയോളിൻ്റെ തിയറിയാണ്. FW ടൈലറിന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നോക്കുന്നത് ഹെൻറി ഫയോളിൻ്റെ തിയറിയാണ്. അതിൻ്റെ പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്നാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. അപ്പോൾ നമ്മൾ ഈ ഹെൻറി ഫയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കീ ഫോക്കസസ്, അല്ലേ? പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയായിരുന്നു? പ്രിൻസിപ്പിൾസ് ഫോർ മാനേജിങ് ഓർഗനൈസേഷൻസ്. ഒരു സ്ഥാപനത്തെ എപ്രകാരമാണ് മാനേജ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഹെൻറി ഫയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾസ് ഫോർ മാനേജിങ് ഓർഗനൈസേഷൻസ് എന്നതാണ് ഇവിടെ പ്രസക്തമായ ഒരു വചനമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഫോർ മാനേജിങ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കീ ഫോക്കസസ് ആണ്. ഇനിയോ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്താണ് 14 പ്രിൻസിപ്പിൾസ്? യൂണിറ്റി ഓഫ് കമാൻഡ്സ്, അല്ലേ? അതായത് ആജ്ഞാശക്തി, അതെന്ന് നമ്മൾ പറയുന്ന സാധനമാണ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ കമാൻഡ് കൊടുക്കുമ്പോൾ അതൊരു ഘടകമായിട്ട് പ്രവർത്തിക്കണം. അതായത് ആ ഒരു ഉത്തരവല്ല ഒരു നിർദ്ദേശം മേൽത്തട്ടിൽ നിന്ന് കിട്ടുമ്പോൾ ആൾക്കാർ പലരും പല വഴിക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കൂ? ഇല്ല. അപ്പോൾ ഒരുമിച്ച് വേണം. പിന്നെയോ സ്കാലർ ചെയിൻ എന്ന് വെച്ചാൽ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവണം. പിന്നെയോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവണം. ഒരു ക്രമം ഉണ്ടാവണം. അപ്പോൾ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവണം, നിർദ്ദേശം നൽകാനായിട്ടൊരു കേന്ദ്രം ഉണ്ടാവണം, ഹൈറാർക്കി എന്ന് പറഞ്ഞൊരു സംവിധാനം അവിടെ ഉണ്ടാവണം, അച്ചടക്കം അവിടെ ഉണ്ടാവണം, ഒരു ക്രമം എല്ലാത്തിലും അവിടെ ഉണ്ടാവണം. അതാണ് 14 പ്രിൻസിപ്പിൾസിൽ പെടുന്ന പ്രധാനപ്പെട്ട സംവിധാനം. ആരുടേതാണ്? ഹെൻറി ഫയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയിൽ പെടുന്ന കാര്യമാണ് ഇത്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ആപ്ലിക്കബിൾ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ആപ്ലിക്കബിൾ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കബിൾ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ആപ്ലിക്കബിൾ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം സിഗ്നിഫിക്കൻസ്? ആ പൊതുഭരണത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ ഇന്നത്തെ സിവിൽ സർവീസിലും ഇത് ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. ആപ്ലിക്കബിൾ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സിവിൽ സർവീസസ് ടുഡേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ സിവിൽ സർവീസിലും ഇന്നത്തെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും എല്ലാം ഇത് ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. ഏതാണ്? നമ്മുടെ ഹെൻറി ഫയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. അപ്പോൾ ആപ്ലിക്കബിൾ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സിവിൽ സർവീസ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ബ്യൂറോക്രാറ്റിക് മോഡൽ നമ്മളിപ്പോൾ നോക്കിയത് ഏതൊക്കെയാണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മോഡൽ നമ്മൾ നോക്കി, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്താണെന്ന് നമ്മൾ നോക്കി. ഇത് നോക്കുന്നത് ബ്യൂറോക്രാറ്റിക് മോഡൽ എന്ന് പറയുന്നതാണ്. ഈ ബ്യൂറോക്രാറ്റിക് മോഡലിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് മാക്സ് വെബറാണ് കേട്ടോ. ബ്യൂറോക്രാറ്റിക് മോഡലിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് മാക്സ് വെബറാണ്. ബ്യൂറോക്രാറ്റിക് മോഡലിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് മാക്സ് വെബറാണ്. അതിൻ്റെ ഫീച്ചറും ഡിസ്ക്രിപ്ഷനും എന്താണ്? അതിൻ്റെ ഫീച്ചറും ഡിസ്ക്രിപ്ഷനും എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ കീ കോൺസെപ്റ്റ് ഉണ്ട്, അല്ലേ? കീ കോൺസെപ്റ്റ്സ് എന്താണ്? ബ്യൂറോക്രാറ്റിക് മോഡലിൻ്റെ കീ കോൺസെപ്റ്റ് എന്താണ്? മാക്സ് വെബറിൻ്റെ കീ കോൺസെപ്റ്റ്സ് ഒന്ന് ഫോർമൽ റൂൾസ് ഉണ്ടായിരിക്കണം, അല്ല? ബ്യൂറോക്രാറ്റിക് മോഡലിൽ ഒരു ഫോർമൽ റൂളുണ്ട്, അതേപോലെ ഒന്നുണ്ട് ഒരു ഹൈറാർക്കി അവിടെയുണ്ട്. ഹൈറാർക്കി എന്ന് പറയുന്നത് ഒരു ശ്രേണിയാണ്. ഒരു ഫോർമൽ റൂൾസ് ഉണ്ട്, ഹൈറാർക്കി ഉണ്ട്, പിന്നെയോ ഇംപേഴ്സണൽ റിലേഷൻഷിപ്സ് അവിടെയുണ്ട്, അല്ലേ? ഇംപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന സംവിധാനം അവിടെയുണ്ട്. അതേപോലെ ഫോർമൽ റൂൾസ് ഉണ്ട്, ഹൈറാർക്കി ഉണ്ട്, ഇംപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഇതൊക്കെയാണ് ബ്യൂറോക്രാറ്റിക് മോഡൽ ആരുടെ? മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രാറ്റിക് മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്? പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്? പ്രെഡിക്റ്റബിലിറ്റിയാണ്, അല്ലേ? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. പ്രവചനാത്മകത എന്ന് പറയുന്ന സാധനമാണ് ഈ അഡ്വാൻറ്റേജസിൽ പ്രധാനപ്പെട്ടത്. പിന്നെയോ എഫിഷ്യൻസി ഉണ്ട്. എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ ഒരു കാര്യക്ഷമത എന്ന് പറയുന്ന സാധനമാണ് എഫിഷ്യൻസി. പിന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നുണ്ട്, അത് വിശ്വസ്തത എന്ന് പറയുന്നതായിട്ട് നമുക്കിവിടെ എടുക്കാം. അപ്പോൾ നമ്മുടെ ആരുടെ
ഈ പറയുന്ന ബ്യൂറോക്രാറ്റിക് മോഡലിൽ നമ്മൾ നോക്കിയാൽ അക്കൗണ്ടബിലിറ്റിയും എഫിഷ്യൻസിയും പ്രഡിക്റ്റബിലിറ്റിയുമാണ് ഇവിടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി വിമർശനാത്മകമായ രീതിയിൽ ചിന്തിച്ചാൽ ക്രിറ്റിസിസം ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം? ഒരു ചുവപ്പ് നാടയുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് റെഡ് ടൈപ്പിസം ഉണ്ട്. പിന്നെയോ ഇൻഫ്ലെക്സിബിലിറ്റി. അവരൊരിക്കലും ഫ്ലെക്സിബിൾ അല്ല, അവർ കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരാണ് അല്ലേ? കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇൻഫ്ലെക്സിബിലിറ്റി ഉണ്ട്, റെഡ് ടൈപ്പിസം ഉണ്ട്, ക്രിറ്റിസിസവും ഉണ്ട് അല്ലേ? അപ്പോൾ ബ്യൂറോക്രാറ്റിക് മോഡൽ എന്ന് പറയുന്ന നേരത്ത് ഡിസ്ക്രിപ്ഷൻ, അത് നമ്മൾ നോക്കിയ കീ കോൺസെപ്റ്റ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, ക്രിറ്റിസിസം ഉണ്ട് അല്ലേ? ഇത് നോക്കിയാൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് മോഡലിൻ്റെ ക്രിറ്റിസിസം എന്താണ്? ചുവപ്പ് നാടയും ഇൻഫ്ലെക്സിബിലിറ്റിയുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കിയാലോ പ്രഡിക്റ്റബിലിറ്റി, എഫിഷ്യൻസി, അക്കൗണ്ടബിലിറ്റിയാണ്. ഇതിൻ്റെ കീ കോൺസെപ്റ്റ്സ് നോക്കിയാലോ ഫോർമൽ റൂൾസ് അല്ലേ, ഹൈറാർക്കി, ഇംപേഴ്സണൽ റിലേഷൻഷിപ്സ്, ഇതെല്ലാം അതിൽ പെടുന്നതാണ്. ഇതാണ് ബ്യൂറോക്രാറ്റിക് മോഡൽ. ഇവിടെ നോക്കിയാൽ എന്താ പറയാൻ പറ്റുക? റെലവൻറ്റ് ഫോർ ഇന്ത്യൻ ബ്യൂറോക്രസി അല്ലേ? ഇത് പ്രസക്തമായിട്ടുള്ളതാണ്. നമ്മുടെ റെലവൻറ്റ് ഫോർ ഇന്ത്യൻ ബ്യൂറോക്രസി ഹവർ നീഡ്സ് ഫ്ലെക്സിബിലിറ്റി ഫോർ 21st century ഗവേണൻസ്. അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ നോക്കിയ നിലവിലുള്ള ആ ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാണ്. ചുവപ്പ് നാടയുണ്ട്, എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കടുംപിടുത്തമുണ്ട്. ഇതെല്ലാം ഇവിടെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ നോക്കിയ മൂന്നാമത്തെ മോഡലിലേക്ക് നമ്മൾ നോക്കിയതാണ് നിയോ ക്ലാസിക്കൽ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞ സംവിധാനം അല്ലേ? നിയോ ക്ലാസിക്കൽ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഇത് മാനേജ്മെൻറ്റിൻ്റെയും അതേപോലെ അഡ്മിനിസ്ട്രേഷൻ്റെയും ഒക്കെ പാഠഭാഗങ്ങൾ എന്താണ് ഇരട്ടപ്പറ്റതുപോലെ ഇരിക്കുന്നതാണ്. രണ്ടും സമാനമാണെന്ന് തോന്നിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് പഠിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം നിയോ ക്ലാസിക്കൽ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് നമ്മൾ നോക്കിയാൽ മാനേജ്മെൻറ്റിൽ ആ ഒരു അപ്രോച്ച് നമ്മൾ നോക്കിയാൽ എന്തൊക്കെ പറയാൻ പറ്റും? 1930 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിലെ അപ്രോച്ചുകളാണ് ഈ അപ്രോച്ച് എന്ന് പറയുന്നത്. അതിലാദ്യമായിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കാം ഹോത്രോർ സ്റ്റഡീസ് എന്ന് പറയും അല്ലേ? ഹോത്രോർ സ്റ്റഡീസ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തേത്. ഹോത്രോൺ സ്റ്റഡീസ് അത് എൽട്ടൺ മേയോ എന്ന് പറയുന്ന ഒരാളാണ് ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. എൽട്ടൺ മേയോയുടെ ഹോത്രോൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അല്ലേ? എൽട്ടൺ മേയോയുടെ ഹോത്രോൺ സ്റ്റഡീസാണ്. അതെന്തൊക്കെയാണ്? ഡിസ്കവറി എന്ന് പറഞ്ഞ സംവിധാനത്തിലെയാണ് കൂടുതൽ. അത് കണ്ടെത്തലുകൾ നമ്മൾ കണ്ടെത്തണം അല്ലേ? നിയോ ക്ലാസിക്കൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. പിന്നെയോ പീപ്പിൾസ് പെർഫോമൻസ് ഇംപ്രൂവ്സ് വെൻ ദേ ആർ ഒബ്സർവ്ഡ് ആൻഡ് വാല്യൂഡ്. അത് വളരെ സത്യസന്ധമായ കാര്യമല്ലേ? നമ്മൾ ഒരാളെ പണിക്ക് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അയാളെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? നന്നായിട്ട് നിന്ന് പണി ചെയ്യും നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ അയാൾ എവിടെയെങ്കിലും മാറി ഇരുന്ന് ഉറങ്ങുകയോ കിടക്കുകയോ ചെയ്യും അല്ലേ? പിന്നെയോ അടുത്ത കോൺട്രിബ്യൂഷൻ, സംഭാവന ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മുടേതായ ഒരു തനതായിട്ടുള്ളൊരു സംഭാവന നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കോൺട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ, മോട്ടിവേഷൻ ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അതായത് ഒരു തൊഴിലാളിക്ക് അവൻ്റെ ആ ഒരു മൊറാലിറ്റി, അതായത് അവൻ്റെ സാൻമാർഗികതയെ എന്ത് ചെയ്യണം? ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്ത് വേണം? അവനെപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കണം. അതായത് ചില ആൾക്കാരെ കണ്ടിട്ടില്ല, ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ഒരു പരീക്ഷ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡൗൺ ആയിട്ടിരിക്കുന്നു. ഒരു മോട്ടിവേഷൻ കിട്ടി കഴിയുമ്പോഴോ വീണ്ടും 10 പരീക്ഷ ഒന്നിച്ചെഴുതാമെന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നില്ല. അത് തന്നെയാണ് ഇവിടെയും നോക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് മൊറാലുണ്ട്, മോട്ടിവേഷനുണ്ട്, ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഹോത്രോൺ സ്റ്റഡീസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് എൽട്ടൺ മേയോ ആണ്. ഇനി ബിഹേവിയറൽ തിയറീസ് അല്ലേ? ബിഹേവിയറൽ തിയറീസ് അതിൻ്റെ ആ തിങ്കറും അതിൻ്റെ കോൺസെപ്റ്റുമാണ് നമ്മൾ നോക്കുന്നത്. എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന ബിഹേവിയറൽ തിയറിയുടെ വക്താവ്. അവിടെ എന്താണ്? ആവശ്യങ്ങളുടെ ഒരു ശ്രേണിയാണ് അവിടെ ഉള്ളത്. ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. ഏറ്റവും വേണ്ടപ്പെട്ടത്, അത്യാവശ്യം, ആവശ്യം, അങ്ങനെ തരംതിരിക്കുന്ന സംവിധാനമാണ് ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. എബ്രഹാം മാസ്ലോയാണ് അതിൻ്റെ ആൾ കേട്ടോ. ഇനി നമ്മൾ നോക്കിയാൽ എന്താണ്? ഡഗ്ലസ് മക് ഗ്രിഗർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഡഗ്ലസ് മക് ഗ്രിഗർ. ആരാണ് ഡഗ്ലസ് മക് ഗ്രിഗർ? തിയറി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതോറിറ്റേറിയനിസം എന്ന് പറഞ്ഞ തിയറിയാണ് നമ്മൾ തിയറി എക്സ് എന്ന് വിളിക്കുന്നത്. അതോറിറ്റേറിയൻ, അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യും എന്ന് വെച്ച് കൂടുതൽ അതോറിറ്റി കാണിക്കുന്ന സംവിധാനം, അതാണ് തിയറി എക്സ് എന്ന് പറയുന്നത്. പിന്നെ തിയറി വൈ ഉണ്ട്, ഞാനൊറ്റയ്ക്ക് ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ എന്നാലും നിങ്ങളും കൂടി എൻ്റെ കൂട്ടത്തിൽ കൂട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്ന ഒരു സിദ്ധാന്തമാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റീവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതോറിറ്റേറിയൻ തിയറിയുടെയും പാർട്ടിസിപ്പേറ്റീവ് തിയറിയുടെയും വക്താവായിട്ടുള്ള ഡഗ്ലസ് മക് ഗ്രിഗർ എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ തിയറിയാണ്. ഒരു സ്വഭാവ സവിശേഷതയല്ലത്. നിങ്ങളാരും വേണ്ട, ഞാനൊറ്റയ്ക്ക് ചെയ്തോളാം. പിന്നെയോ അതെ നിങ്ങളും കൂടി വാ, നമുക്ക് ഒന്നിച്ച് ചെയ്യാമെന്ന് പറഞ്ഞൊരു സിദ്ധാന്തം. ഇനി അടുത്ത എന്താണ്? ഹെർസ്ബർഗ് എന്ന് പറഞ്ഞൊരാളുണ്ട്. ഹെർസ്ബർഗ് അത് 2 ഫാക്ടർ തിയറിയാണ്. 2 ഫാക്ടർ തിയറി, അതായത് ഹൈജീൻ ആൻഡ് മോട്ടിവേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത്
മോട്ടിവേറ്റേഴ്സിൻ്റെതും അതേപോലെ തന്നെ ഹൈജീനിക്കുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹെർസ്ബർഗിൻ്റെ തിയറിയിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇതെല്ലാം എന്താണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. കൂടുതൽ ഹൈജീൻ ആയിരിക്കണം കാര്യങ്ങൾ, അതേപോലെ കൂടുതൽ മോട്ടിവേഷൻ കിട്ടണം കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ് ഇവിടെ വരുമ്പോഴാണത് ഹെർസ്ബർഗ് മോഡലായിട്ട് മാറുന്നത്. ഇതെല്ലാം ഒരു ബിഹേവിയറൽ തിയറി എന്ന ശ്രേണിയിൽ നമുക്ക് പെടുത്തി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രസക്തി എന്താണ്, അതിൻ്റെ റെലവൻസ് എന്താണ് എന്നതിലേക്ക് കൂടി നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അല്ലേ, ഇതിൻ്റെ റെലവൻസ് എന്താണ്? എംപ്ലോയി സെൻട്രിക് ഗവേണൻസ് ആണ്. എംപ്ലോയി സെൻട്രിക് എന്ന് പറയുന്നത് ആരാണ്? എംപ്ലോയി എന്ന് വെച്ചാൽ ആരാണ്? തൊഴിലാളിയാണ്. എംപ്ലോയർ എന്ന് പറയുമ്പോഴാണ് ആരായി മാറുന്നത്? അത് തൊഴിലുടമയായിട്ട് മാറുന്നത്. അപ്പോൾ എംപ്ലോയി സെൻട്രിക് ഗവേണൻസ് എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് കേന്ദ്രമാക്കിക്കൊണ്ടുള്ള, തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് നമ്മൾ ഈ പറയുന്ന എംപ്ലോയി സെൻട്രിക് ഗവേണൻസ് എന്ന് പറയുന്നത്. അതിനുദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് റിഫോംസ്, അല്ലേ, ജനങ്ങളെ തൃപ്തികരമായിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭരിക്കുന്നതിന് വേണ്ടുന്ന സിവിൽ സർവൻസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്, അല്ലേ. അതിൽ കപ്പാസിറ്റി ബിൽഡിംഗ് ഉണ്ട്. കപ്പാസിറ്റി ഇല്ല, എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ട്രെയിൻ ചെയ്ത് എന്താക്കി മാറ്റാറുണ്ട്? പുള്ളിപ്പുലികളാക്കി മാറ്റാറില്ല. അതാണ് ഇവിടുത്തെ റിലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏതിൽ വരുന്നത്? നമ്മൾ പറയുന്ന നിയോ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പറയുന്ന 1930 മുതൽ 1950 വരെയുള്ളൊരു കാലഘട്ടത്തിലെ തിയറികളിൽ പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് അടുത്ത അപ്രോച്ചിലേക്ക് നോക്കാം. അടുത്ത അപ്രോച്ച് എന്ന് പറയുന്നത് മോഡേൺ അപ്രോച്ചാണ്, അല്ലേ. മോഡേൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇന്ന് മുതൽ ഇന്ന് വരെയുള്ളതാണ്. 1960 മുതൽ ഉള്ളതാണ്, ഇന്ന് വരെയുള്ളതാണ് നമ്മൾ ഈ മോഡേൺ അപ്രോച്ച് എന്ന ശ്രേണിയിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 1960 മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മോഡേൺ അപ്രോച്ചസ് എന്ന ശ്രേണിയിൽ പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒന്നാമത് നമ്മൾ നോക്കുന്ന സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, അല്ലേ. സിസ്റ്റംസ് അപ്രോച്ച് എന്താണ്? ഈ സിസ്റ്റംസ് അപ്രോച്ച് അത് കണക്കാക്കുന്നത് എന്താണ്, അല്ലേ? വ്യൂസ് ഓർഗനൈസേഷൻ ആസ് ആൻ ഓപ്പൺ സിസ്റ്റം ഇൻറ്ററാക്ടിങ് വിത്ത് എൻവയോൺമെൻറ്റ്. അത് കണക്കാക്കുന്ന ഇതാണ്. അതായത് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ അത് നോക്കി കാണുകയാണ് എന്തായിട്ടാണ്, അതൊരു തുറന്ന വ്യവസ്ഥയായിട്ട്, എങ്ങനെ നമ്മുടെ പരിസരവും നമ്മുടെ ചുറ്റുപാടുമായിട്ട് നിരന്തരം ഇങ്ങനെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പൺ സിസ്റ്റമായിട്ട് നമ്മുടെ ഓർഗനൈസേഷനെ കണക്കാക്കുന്നു. അതായത് ഓർഗനൈസേഷൻ ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ചുറ്റുപാടുകൾ ഓർഗനൈസേഷനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ സിസ്റ്റം അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെയോ ഫോക്കസ് ഓൺ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് ലൂപ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് അതാണ് ഇൻപുട്ട്. നമ്മൾ ആ കൊടുക്കുന്നത് എന്താണോ അത് വർക്ക് ചെയ്യുന്നു, അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടും, അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ റിസൾട്ടിനെ കുറിച്ച് മോശമായിട്ടോ നല്ലതായിട്ടോ ഉള്ള ഒരു കമൻറ്റ് വരും, അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം അപ്രോച്ച് സ്വീകരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വീകരിക്കുകയല്ല, അങ്ങോട്ട് കൊടുക്കുന്നു, സംസ്കരിക്കുന്നു, ഇങ്ങോട്ട് കിട്ടുന്നു, അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു, അതാണ്. പിന്നെയോ ഇതെന്തിനു ഉപകാരപ്രദമാണ്? യൂസ്ഫുൾ ഫോർ പബ്ലിക് പോളിസി ഫോർമുലേഷൻ ആൻഡ് മോണിറ്ററിങ്, അല്ലെ. പബ്ലിക് പോളിസി ഫോം ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ഉപകാരപ്രദമാണ്. യൂസ്ഫുൾ ഫോർ പബ്ലിക് പോളിസി ഫോർമുലേഷൻ ആൻഡ് മോണിറ്ററിങ് എന്നാണ് ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ അപ്രോച്ചിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് പോകാൻ പറ്റുന്ന കാര്യം എന്താണ്? അതിന് നമ്മൾ പറയുന്നവരാണ് കണ്ടിൻജൻസി അപ്രോച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് വെച്ചാൽ? നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ, അല്ലേ. നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ. അതായത് നമ്മളിപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിച്ചെന്ന് വെച്ചാൽ എൻ്റെ കാലിൻ്റെ അളവിൽ ഞാനൊരു 10 ഇഞ്ചിൻ്റെ ഒരു ഷൂ ആണ് ഞാൻ വാങ്ങിച്ചത്. ആ ഷൂ നിങ്ങൾക്ക് എല്ലാവർക്കും പാകമാകുമോ? ഇല്ല. ആ 10 എന്നുള്ള സൈസിൽ കാലുള്ള ആളുകൾക്ക് മാത്രമല്ലേ അത് പാകമാവുകയുള്ളൂ. അതാണ് നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ. അതായത് എല്ലാവർക്കും ഒരേ രീതിയിൽ എന്നുള്ള സംവിധാനം നടപ്പില്ല എന്നാണ് പറയുന്നത്. അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഡിപ്പെൻഡ് ഓൺ കോണ്ടെക്സ്റ്റ്, എൻവയോൺമെൻറ്റ് ആൻഡ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു പ്രകടനം അല്ലെങ്കിൽ അഭ്യാസം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സാഹചര്യങ്ങളെ എന്താണ് ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഡിപ്പെൻഡ് ഓൺ കോണ്ടെക്സ്റ്റ്, അല്ലേ. എൻവയോൺമെൻറ്റ് സിറ്റുവേഷൻ, സാഹചര്യങ്ങളെയും പരിതസ്ഥിതികളെയും ആ വിഷയത്തെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് അല്ലേ, ഈ മരത്തിൽ കയറാൻ പോകുന്ന ആളുകൾ തെങ്ങിൽ കയറുന്ന ആൾക്കാരുണ്ട്, കവുങ്ങിൽ കയറുന്ന ആൾക്കാരുണ്ട്, അതേപോലെ മാവിൽ കയറുന്ന ആൾക്കാരുണ്ട്. എല്ലാ മരത്തിലും കയറാനായിട്ട് ഒരേ അളവിലുള്ള ആ തളപ്പ് പറ്റുമോ? ഇല്ല. അതാണ് തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും ഒരേ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് നടപ്പിലാവില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് വെച്ചാൽ എന്താണ്? യൂസ്ഫുൾ ഫോർ ഇന്ത്യാസ് ഡൈവേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ്. നമ്മൾ പല ഭാഷ സംസാരിക്കുന്ന പല സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകളല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സിന് ഇത്തരത്തിലുള്ള കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറഞ്ഞ അപ്രോച്ച് വളരെ ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത്, അല്ലേ. അതേപോലെ വരൾച്ച എന്ന് പറഞ്ഞത് നേരിടുന്ന രാജസ്ഥാൻ മേഖലയിൽ നമ്മൾ എടുക്കുന്നൊരു നയമുണ്ട്, അല്ലേ. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ആ ബ്രഹ്മപുത്രയിലെയും ബംഗാളിലെയും മേഖലകളിൽ നമ്മൾ എടുക്കുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ മഹാമാരികളൊക്കെ പടർന്നു പിടിക്കുന്ന നമ്മുടെ മറ്റേതെങ്കിലും പ്രദേശങ്ങൾ കാണുമല്ലോ, ഈ കോളറയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന ഏരിയ കാണുമല്ലോ, അവിടെ സ്വീകരിക്കുന്ന സമീപനവും വ്യത്യാസമാണ്. അപ്പോൾ
എന്താണ്, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കണ്ടം തിന്നണം എന്ന് പറയുന്നൊരു അപ്രോച്ചാണ് ഈ കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഓപ്പറേഷൻ റിസർച്ച് അപ്രോച്ച് എന്ന് പറഞ്ഞ സമീപനമുണ്ട്. അതും ഈ പറയുന്ന മാനേജ്മെൻറ്റിലുള്ളതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഓപ്പറേഷൻസ് റിസർച്ച് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോക്കസ് ഓൺ മാത്തമാറ്റിക്കൽ മോഡൽസ്. നമ്മൾ കേട്ടില്ലേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, മാനസിക ശേഷി എന്നൊക്കെ പറയുന്ന കണക്ക് കൂട്ടലുകൾ. അതുകൊണ്ട് ഫോക്കസ് ഓൺ മാത്തമാറ്റിക്കൽ മോഡൽസ്. പിന്നെയോ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ മാത്തമാറ്റിക്കൽ മോഡൽസ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്നിവയൊക്കെയാണ് ഈ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ഓപ്പറേഷൻസ് ആൻഡ് റിസർച്ച് അപ്രോച്ചിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഫോക്കസ് ഓൺ മാത്തമാറ്റിക്കൽ മോഡൽസ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്നതാണ് ഈ മൂന്നാമത്തെ മാതൃകയായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഓപ്പറേഷൻസ് റിസർച്ച് അപ്രോച്ചിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം, ഇൻക്ലൂഡ്സ് PERT, CPM, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സംവിധാനമാണ് ഇതിൽ പ്രധാനമായിട്ടും പെടുന്നത്. അപ്പോൾ PERT, CPM, ലീനിയർ പ്രോഗ്രാമിംഗ് എല്ലാം എന്തിനാണ് പെടുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഓപ്പറേഷൻ റിസർച്ച് അപ്രോച്ച് എന്നുള്ള ശ്രേണിയിലാണ് അത് പെടുന്നത്. ഇനിയോ അപ്ലൈഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ ഇതെന്താണ് അപ്ലൈ ചെയ്യാമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്ലൈഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ആണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്, സ്മാർട്ട് സിറ്റീസ് പെടുന്നുണ്ട്, PM ഗതിശക്തി പെടുന്നുണ്ട് അല്ലേ. PMൻ്റെ ഗതിശക്തി എന്നുള്ള സംവിധാനമുണ്ട്, PM ഗതിശക്തി, സ്മാർട്ട് സിറ്റീസ്. ഇതൊക്കെ എന്താണ്, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഓപ്പറേഷൻ റിസർച്ച് അപ്രോച്ച് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ TQM എന്നുള്ള സംവിധാനം. അല്ല, എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്? ഇത് ആരുടെ ആശയമാണ്? ഇത് W. എഡ്വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയമാണ് അല്ലേ. W. എഡ്വേർഡ്സിൻ്റെ ആശയമാണ് ഈ പറഞ്ഞിട്ടുള്ള ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. W. എഡ്വേർഡ്സ് ഡെമിങ്ങിൻ്റെ ആശയമാണ്. ഇതെന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമർ ആരാണോ ആ കസ്റ്റമറുടെ സന്തോഷം അല്ലെങ്കിൽ കസ്റ്റമറുടെ സംതൃപ്തി, അതിനാണ് പ്രാധാന്യം. എങ്കിലല്ലേ കസ്റ്റമർ വീണ്ടും ആ സാധനത്തിനായിട്ട് വരുള്ളൂ. അവൾ കസ്റ്റമറുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ പ്രധാനപ്പെട്ടതാണ്. പിന്നെയോ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് തുടർച്ചയായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളതും അത്യാവശ്യമാണ്. അപ്പോൾ എംബസിസ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഇവിടെ പ്രധാനപ്പെട്ടതാണ്. പിന്നെയോ യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടീം വർക്ക്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ടീം വർക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥിതിവിവര കണക്കിൻ്റെ ഡാറ്റകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ടീം വർക്ക് എന്ന നിലയിലാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെയോ അഡോപ്റ്റഡ് ഇൻ പബ്ലിക് ഡെലിവറി അല്ലേ, പബ്ലിക് സർവീസ് ഡെലിവറി. അതായത് ഈ പബ്ലിക് സർവീസ് ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് സർവീസ് എന്ന് പറയുന്നത് 24 മണിക്കൂറും ഇങ്ങനെ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ഒരു മോഡൽ എന്നതാണ്. അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ, ഏറ്റവും പരിഷ്കരിക്കപ്പെട്ട രീതിയിൽ എന്നുള്ളതാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത. ഇത് സെവോത്തം മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സെവോത്തം മോഡൽ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനിയോ കോണ്ടംപററി അപ്രോച്ചസ്. കോണ്ടംപററി അപ്രോച്ചസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അല്ലേ. കോണ്ടംപററി അപ്രോച്ചസ് എന്താണ്? ഈ കോണ്ടംപററി അപ്രോച്ചസ് എന്നുള്ള സംവിധാനത്തിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുക, കോണ്ടംപററി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ 1990 മുതൽ ഈ സമയം വരെ ഉള്ളതിനെയാണ് നമ്മൾ കോണ്ടംപററി അപ്രോച്ച് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അല്ലേ. അതിൽ അപ്രോച്ച്, ഡിസ്ക്രിപ്ഷൻ, എക്സാമ്പിൾസ് ഇതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നോളജ് മാനേജ്മെൻറ്റ് അതൊരു അപ്രോച്ചാണ് കേട്ടോ. നോളജ് മാനേജ്മെൻറ്റ് എന്താണ്? യൂസിങ് ഡേറ്റ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലേ വളരെ എക്സ്പെർട്ടായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിദഗ്ധരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു, അതേപോലെ ഡേറ്റകൾ സ്വീകരിക്കുന്നു. ഇതൊക്കെയാണ് നോളജ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ സ്വീകരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഇ ഗവേണൻസിൽ സ്വീകരിക്കാറുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള ഏരിയയിൽ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഇ ഗവേണൻസിലും റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള RTIയിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വൈദഗ്ധ്യമുള്ള വിദഗ്ധന്മാർ നൽകുന്ന ഉപദേശങ്ങളും കൃത്യമായ രേഖകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ നോളജ് മാനേജ്മെൻറ്റ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ സംവിധാനമാണ് ടെക്നോളജി ഡ്രിവൺ മാനേജ്മെൻറ്റ് എന്ന് പറയും. ടെക്നോളജി ഡ്രിവൺ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതേപോലെ ബിഗ് ഡേറ്റ മാനേജ്മെൻറ്റും MISഉം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടക്കുന്ന മേഖലയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ടെക്നോളജി ഡ്രിവൺ മാനേജ്മെൻറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. യൂസ് ഓഫ് AI, MIS, ബിഗ് ഡേറ്റ ഇൻ മാനേജ്മെൻറ്റ് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക ഡിജിറ്റൽ ഇന്ത്യയും അതേപോലെ ജാം ട്രിനിറ്റിയും എല്ലാം നമുക്ക് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കും അല്ലെ. ഡിജിറ്റൽ ഇന്ത്യ, ജാം ട്രിനിറ്റി ഇതെല്ലാം ഇവിടെ എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ടെക്നോളജി ഡ്രിവൺ മാനേജ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്. ഇത് നോക്കിയാലോ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഉണ്ട് അല്ല. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വെച്ചാൽ തന്ത്രപരമായിട്ടുള്ള മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോങ് ടൈം പ്ലാനിങ് ബേസ്ഡ് ഓൺ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലോങ് ടൈം പ്ലാനിങ് ബേസ്ഡ് ഓൺ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലോങ് ടൈം പ്ലാനിങ്
ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനിങ് മത്സരക്ഷമതയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുകയാണ് നമ്മൾ തയ്യാറാക്കുകയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ നീതി ആയോഗിൻ്റെ നടപടികൾ നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നീതി ആയോഗ് ചെയ്യുന്ന കാര്യം എന്താണ്? അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ഇടുന്നു. 2026 മാർച്ച് 31 മുൻപ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മത്സരാത്മകതയോട് കൂടിയിട്ട് മത്സര ബുദ്ധിയോട് കൂടിയിട്ട് അവരൊരു കാര്യം ചെയ്യുന്നതാണ്. അത് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ പെടുത്താൻ സാധിക്കും. ഇനിയുള്ളത് അജൈൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. അല്ലെ, അജൈൽ മാനേജ്മെൻറ്റ് എന്താണ്? ഫ്ലെക്സിബിൾ, ഇൻറ്ററാക്റ്റീവ് പ്ലാനിങ്, ക്വിക്ക് അഡാപ്ഷൻ. അതാണ് അജൈൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും ഇൻറ്ററാക്റ്റീവായിട്ടും കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തന്നെ എല്ലാത്തിനോട് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ, ഇൻറ്ററാക്റ്റീവ് പ്ലാനിങ്, ക്വിക്ക് അഡോപ്ഷൻ എന്നിവയെല്ലാം ഈ അജൈൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. പിന്നെയോ കോവിഡ് ടാസ്ക് ഫോഴ്സസ് ഉണ്ട്, പിന്നെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റംസും ഉണ്ട്. അപ്പോൾ കോവിഡ് ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിനെ തടയുക എന്നൊരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു സംവിധാനമാണ് കോവിഡ് ടാസ്ക് ഫോഴ്സ്. പിന്നെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റംസ് ഉണ്ട്, അത് ഈ പറഞ്ഞിരിക്കുന്ന അജൈൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള പ്ലാനിങ് ഇവിടെയുണ്ട്, ക്വിക്കായിട്ടുള്ളൊരു അഡോപ്ഷൻ ഇവിടെയുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് കോവിഡ് ടാസ്ക് ഫോഴ്സസും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റംസും ഒക്കെ നമുക്കതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇനി സ്യൂട്ടബിൾ മാനേജ്മെൻറ്റ് നോക്കിയാലോ. സ്യൂട്ടബിൾ മാനേജ്മെൻ്റ് അല്ല, സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ്. അല്ലേ, സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് നോക്കിയാൽ അവിടെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? നമ്മൾ ഇന്ന് കാണുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ വരും തലമുറയ്ക്ക് വേണ്ടി നിലനിർത്തുക എന്നതാണ് നമ്മൾ ഈ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ എന്താ വരുന്നത്? ബാലൻസിങ് പ്രോഫിറ്റുകൾ, അല്ലെ, പ്രോഫിറ്റ് ബാലൻസ് ചെയ്യുക. പിന്നെയോ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അപ്പോൾ ബാലൻസ് ചെയ്യുക, നമുക്ക് കൊള്ള ലാഭമൊന്നും വേണ്ട, നമുക്ക് മിതമായ ലാഭം മതി. എന്നാൽ ബാലൻസിങ് പ്രോഫിറ്റ്, പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഇന്ന് കാണുന്ന ഈ ഗ്രഹത്തെയും ഇവിടെയുള്ള ജനങ്ങളെയും ഈ പ്രോഫിറ്റും എല്ലാം ഇവിടെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞ സംവിധാനമാണ് ഈ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെയോ ESG റിപ്പോർട്ടിങ്ങും CSR മാൻഡേറ്റും എല്ലാം ഇതിൽ പെടുന്നതാണ്, സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി കമ്പാരിറ്റീവ് ടേബിൾ എവല്യൂഷൻ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. കമ്പാരിറ്റീവ് ടേബിൾ എവല്യൂഷൻ അറ്റ് എ ഗ്ലാൻസ്. അതിൽ നോക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലെയും പ്രധാനപ്പെട്ട ആശയങ്ങളും അതിൻ്റെ വക്താക്കളും അതിൻ്റെ പരിമിതികളുമാണ് നമ്മൾ നോക്കുന്നത്. അതിലാദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു കാലഘട്ടം 1880 മുമ്പുള്ളൊരു കാലഘട്ടം, അതിന് നമ്മൾ വിശേഷിപ്പിച്ച പേര് പ്രീ സയൻറ്റിഫിക് എറ എന്നല്ലേ. അവിടെ ഉണ്ടായിരുന്ന കൺട്രോൾ അനൗദ്യോഗികമായിട്ടുള്ളൊരു നിയന്ത്രണമായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നത്. എല്ലായിടത്തും ഗവൺമെൻറ് ഒന്നും എത്തില്ല. അപ്പോൾ അനൗദ്യോഗികമായിട്ടുള്ള കൺട്രോൾ, അതായിരുന്നു ഇൻഫോർമൽ കൺട്രോൾ ആയിരുന്നു അവിടെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. ആ ആശയത്തിൻ്റെ വക്താവ് ആരായിരുന്നു? നമ്മുടെ കൗടില്യനായിരുന്നു, അല്ലേ, ചാണക്യസ്വാമികളായിരുന്നു അതിൻ്റെ ആൾ. അവിടെ പ്രത്യേകിച്ച് ശാസ്ത്രീയമായിട്ടുള്ള തത്വങ്ങളോ തത്വസംഹിതകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ശാസ്ത്രീയമായിട്ടുള്ള തത്വങ്ങളോ തത്വസംഹിതകളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത് വന്ന അപ്രോച്ചിന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ക്ലാസിക്കൽ തിയറി എന്ന് വിശേഷിപ്പിക്കുന്ന ക്ലാസിക്കൽ തിയറി. എന്താണ് ഈ ക്ലാസിക്കൽ തിയറി എന്ന് നമുക്ക് നോക്കാം. അല്ലേ, അതെന്തിനെ ബേസ് ചെയ്താൽ സ്ട്രക്ചറിനെയും എഫിഷ്യൻസിയെയും ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. അല്ലേ, സ്ട്രക്ചറിനെയും എഫിഷ്യൻസിയെയും ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറിനെയും എഫിഷ്യൻസിയെയും ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. അതിലാരൊക്കെയാണ്? ടൈലറുണ്ട്, ഫയോളുണ്ട്. അപ്പോൾ ടൈലറും ഫയോളും വെബറുമാണ് ഈ ക്ലാസിക്കൽ തിയറിയുടെ വക്താക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ തിയറിയുടെ വക്താക്കൾ ആരെന്ന് ചോദിച്ചാൽ ടൈലർ, ഫയോള്, വെബർ ഇവരൊക്കെയാണ് അതിൻ്റെ വക്താക്കളായിട്ട് പറയുന്നത്. എന്ത് ചെയ്തു ഇവർ? ഇഗ്നോർഡ് ഹ്യൂമൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഹ്യൂമൻ ഫാക്ടേഴ്സിന് എന്ത് ചെയ്തു ഇവർ അവഗണിച്ചു. ഇഗ്നോർഡ് ഹ്യൂമൻ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഫാക്ടേഴ്സിനെ അവഗണിച്ച ആൾക്കാരാണ് ഇവർ. അവർ ഈ മെഷീൻ സമാനമായിട്ടുള്ള യന്ത്ര സമാനമായ രീതിയിൽ ഈ എഫിഷ്യൻസി മാത്രം മതി, തൊഴിലാളി ക്ഷേമമൊന്നും വേണ്ട എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഒരല്പം വച്ചു പുലർത്തിയ ആൾക്കാരാണ് ഈ പറയുന്ന ടൈലറും ഫയോളും വെബറും ഒക്കെ. ഇനി നമ്മൾ നിയോ ക്ലാസിക്കൽ സിദ്ധാന്തത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ, നിയോ ക്ലാസിക്കൽ ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാലോ, ആ നിയോ ക്ലാസിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരെയും മോട്ടിവേറ്റ് ആ ചെയ്യ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ ചെയ്യിപ്പിക്കത്തില്ലേ, ഇടിയടാ ഇടി എന്നൊക്കെ പറഞ്ഞ് ഇടിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? ആ ഒരു മോഡലാണിത്. മോട്ടിവേഷൻ ബിഹേവിയർ ഇവിടെയുണ്ട്. മോട്ടിവേഷനാണ് എല്ലാ കാര്യവും കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ചെയ്യുവാനായിട്ട് ഒരാളെ പ്രേരിപ്പിക്കുന്നത് എന്ന സിദ്ധാന്തമാണ് ഈ നിയോ ക്ലാസിക്കൽ സിദ്ധാന്തം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ആരെല്ലാം ഉണ്ട്? ഇവിടെ നമുക്ക് മേയോ ഉണ്ട്, അല്ലേ, മേയോ ഉണ്ട്, മാസ്ലോ ഉണ്ട്, മക്ഗ്രിഗർ ഉണ്ട്. ഇപ്പം മേയോയും മാസ്ലോയും മക്ഗ്രിഗറും ഒക്കെയാണ് ഈ നിയോ ക്ലാസിക്കൽ സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത്. ഇതൊട്ടും തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി ആയിരുന്നില്ല, ഇത് നോട്ട് സിസ്റ്റമാറ്റിക് എന്നുള്ള രീതിയാണ്. അപ്പോൾ നിയോ ക്ലാസിക്കൽ സിദ്ധാന്തം നോട്ട് സിസ്റ്റമാറ്റിക് ആണ്. ക്ലാസിക്കൽ സിദ്ധാന്തം ഹ്യൂമൻ ഫാക്ടേഴ്സിനെ അവഗണിച്ചതാണ്. പ്രീ സയൻറ്റിഫിക് സിദ്ധാന്തം എന്ന് പറയാൻ നേരത്ത് നോ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ആയിരുന്നു. ഇനി മോഡേൺ അപ്രോച്ചസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? ഇത് സിസ്റ്റംസ് അനലറ്റിക്സ് ആണ്. അപ്പോൾ സിസ്റ്റംസും അനലറ്റിക്സുമാണ്, അല്ലേ. അപ്പോൾ സിസ്റ്റംസ് ആൻഡ് അനലറ്റിക്സ് എന്നുള്ള സംവിധാനമാണ് ഇവിടെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. പിന്നെയോ ഇതിൻ്റെ വക്താക്കളാരാണ്? ഡെമിങ്, ഡ്രക്കർ,
ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കോംപ്ലക്സ് ഇംപ്ലിമെൻറ്റേഷൻ, വളരെ സങ്കീർണമാണ് ഇത് അവതരിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ സിസ്റ്റംസും അനലിറ്റിക്സും കൂടി ചേർന്നിട്ടുള്ളൊരു സംവിധാനമാണ് മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ വക്താക്കളായിട്ടുള്ളത് ഡെമിങ്ങും ഡ്രക്കറുമാണ്. ഇത് അവതരിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെയേറെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. ഇനി കോണ്ടംപററി അപ്രോച്ചിലേക്ക് നമ്മൾ നോക്കിയാലോ, കോണ്ടംപററി അപ്രോച്ച് എന്ന് പറയാൻ നേരത്ത് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതാണ്, ഇന്നവേറ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെയോ ഇപ്പോഴുള്ളത് നാളെയും കൂടി വേണമെന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിലിറ്റി കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ പ്രായോഗിക വക്താക്കളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആരാണ്? എലോൺ മസ്ക് അല്ലെ. പ്രാക്ടിക്കൽ അപ്രോച്ചാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ സമകാലികമായിട്ടുള്ള സിദ്ധാന്തം എന്ന് വെച്ചാൽ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളാണ്, ഇന്നുള്ളത് നാളെയും കൂടി വേണമെന്നുള്ള ചിന്താഗതിയാണ്. നമുക്ക് എലോൺ മസ്ക്, ടെസ്ല എന്നുള്ള കമ്പനിയുടെ എലോൺ മസ്കിനെ നമുക്ക് എടുക്കാം, സ്റ്റാർലിങ്ക് എന്നുള്ള കമ്പനിയുടെ വക്താവായി എലോൺ മസ്കിനെ നമുക്ക് എടുക്കാം, സ്പേസ് എക്സ് എന്നുള്ള കമ്പനിയുടെ വക്താവായിട്ടുള്ള എലോൺ മസ്കിനെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെയോ ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? അല്ലെ, ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം ടെക്നോളജിയെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ടെക്നോളജി ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്ന സംവിധാനത്തിലാണ് ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് എന്താണ്? ഈ പറയുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ നോക്കിയത്, അല്ലേ. കമ്പാരിറ്റീവ് ടേബിളാണ് നോക്കിയത്. അതായത് ഓരോ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ആശയങ്ങളും വന്നത് പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റും ക്ലാസിക്കൽ മാനേജ്മെൻറ്റും നിയോ ക്ലാസിക്കൽ മാനേജ്മെൻറ്റും മോഡേൺ മാനേജ്മെൻറ്റും കോണ്ടംപററി മാനേജ്മെൻറ്റും എല്ലാം നമ്മളിപ്പോൾ ഇവിടെ നോക്കിയതാണ്. ഇനി നമ്മൾ ഇതിനൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അല്ല, ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആൻഡ് റെലവൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആൻഡ് റെലവൻസ് നോക്കിയാൽ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം, അല്ലേ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള മേഖലയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള മേഖലയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള മേഖലയിൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസ് എന്ന് പറയാൻ നേരത്തെ എങ്ങനെയാണ്? ബ്യൂറോക്രാറ്റിക്കും സിസ്റ്റമാറ്റിക്കും എജൈൽ, ഈ മൂന്നും കൂടി ചേരുമ്പോഴാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാൻ നേരത്ത് ബ്യൂറോക്രസി എവിടെ ഉണ്ടാവും? അത് സിസ്റ്റമാറ്റിക് ആയിരിക്കും, പിന്നെയോ അജൈലും ആയിരിക്കും. അതുകൊണ്ട് മിഷൻ കർമ്മയോഗി എന്ന് പറയുന്നതിനെ നമുക്കിതിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാലോ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ടിൻജൻസി ആൻഡ് കോർഡിനേഷൻ നമുക്കതിൽ കാണാൻ സാധിക്കും. ഒരു കണ്ടിൻജൻസിയും കോർഡിനേഷനും ഏതിലുണ്ട്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഉള്ളതാണ്. കണ്ടിൻജൻസിയും കോർഡിനേഷനും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലുണ്ട്. അത് നമുക്ക് നോക്കിയാൽ NDMA അല്ലെ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ എന്ത് മൾട്ടി ഏജൻസി ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഹെൽത്ത് സെക്ടറിലേക്ക് നോക്കിയാലോ, ഹെൽത്ത് സെക്ടറിൽ നോക്കി കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ആൻഡ് IT ഡ്രിവൺ ആണ്, അല്ലെ. സ്ട്രാറ്റജിക് ആൻഡ് IT ഡ്രിവൺ ആണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ആരോഗ്യ മേഖലയിൽ കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി കോർപ്പറേറ്റ് ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റും അതേപോലെ അജൈൽ സസ്റ്റൈനബിൾ സിസ്റ്റവും അതുപോലെ ടാറ്റ ഗ്രൂപ്പും ഇൻഫോസിസും റിലയൻസും ESG എല്ലാം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് ലെവലിൽ അടിച്ചു കളിച്ച് വളക്കുന്ന ടീമാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന ആ മാനേജ്മെൻറ്റ് തോട്ട്സ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നതെന്നാണ് നോക്കുന്നത്, അല്ലേ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്, ഹെൽത്ത് സെക്ടർ ഉണ്ട്, കോർപ്പറേറ്റ് ഇന്ത്യയും ഇവിടെ നമ്മളുണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, വിമർശനങ്ങളുണ്ട് ഈ മാനേജ്മെൻറ്റ് തിയറി, അല്ലേ. ക്രിറ്റിസിസംസ്, മാനേജ്മെൻറ്റ് തിയറിയിലെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് നോക്കിയാൽ ഒന്ന് എത്നോസെൻട്രിസം എന്ന് പറഞ്ഞ ഒരു സംവിധാനം. എത്നോസെൻട്രിസം എന്താണ്? മെനി മോഡൽസ് ആർ വെസ്റ്റേൺ സെൻട്രിക്, മേ നോട്ട് ഫിറ്റ് ഇന്ത്യൻ സോഷ്യോ കൾച്ചറൽ സിസ്റ്റംസ്. അതായത് നമ്മളിവിടെ ഈ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കടമെടുത്തിരിക്കുന്ന പല ശൈലികളും വൈദേശികമാണ്. അതൊരിക്കലും നമ്മുടെ സാമൂഹികവും അതേപോലെ നമ്മുടെ സാംസ്കാരികവുമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് ഒരിക്കലും ചേരില്ല എന്ന് പറയുന്നൊരു വിമർശനമാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നോക്കിയാൽ ഓവർ എംഫസൈസ് ഓൺ എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഓവർ എംഫസൈസ് ഓൺ എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് എന്താണ്? ഇക്വിറ്റി എന്ന് പറയുന്നതിനെ ഇത് മനഃപൂർവ്വം അവഗണിക്കുന്നു. എത്തിക്സ് ഇവിടെ ഒട്ടും തന്നെ കാണില്ല. അതുകൊണ്ട് എഫിഷ്യൻസി മാത്രമുള്ളത് കൊണ്ട് എഫിഷ്യൻസി കുറവുള്ള ആൾക്കാരെ പുറന്തള്ളുന്നതുകൊണ്ട് ഇൻക്ലൂസിവിറ്റിയും വളരെ കുറവാണ്. അപ്പോൾ ഓവർ എംഫസിസ് ഓൺ എഫിഷ്യൻസി കൊടുക്കുന്നത് കൊണ്ട് ഇക്വിറ്റിയും എത്തിക്സും എല്ലാം പടിക്ക് പുറത്താകുന്നു. പിന്നെയോ സാധാരണ കഴിവുള്ള ആൾക്കാർ പുറത്താകുന്നു, അസാധാരണക്കാർ മാത്രം അകത്താകുന്നു. പിന്നെ റിജിഡിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് റിജിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റിലുള്ളത്? റിജിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക്കൽ തിയറീസ് ഫെയിൽ ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്സ് എന്നാണ് പറയുന്നത്, അല്ലേ. ക്ലാസിക്കൽ തിയറീസ് ഫെയിൽ ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്സ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ചുറ്റുപാടുകളിൽ ഈ പറയുന്ന ക്ലാസിക്കൽ തിയറികൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് അത്രയ്ക്ക് കഠിനമായിട്ടുള്ള ചില സിറ്റുവേഷനൊക്കെ വന്നു കഴിയാൻ നേരത്ത് റിജിഡിറ്റിയാണ്, റൂൾസ് റിജിഡിറ്റിയാണ്. അപ്പോൾ ഇത് ഫലപ്രദമായിട്ട് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല? ഡൈനാമിക് എൻവയോൺമെൻറ്റുകളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെയോ ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ട്. എന്താണ് ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ, തിയറീസ് ഓഫൺ ഐസൊലേറ്റഡ് ആണ്, അല്ലേ. തിയറീസ് ഓഫൺ ഐസൊലേറ്റഡ്.
ഹോളിസ്റ്റിക് ആപ്ലിക്കേഷൻ ഈസ് നീഡഡ് എന്നാണ് പറയുന്നത്. തിയറി ഈസ് ഓഫൺ ഐസൊലേറ്റഡ്. അതായത് തിയറികൾ എന്ന് പറയുന്നത് മിക്കവാറും എന്താണ്, ആ ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ഹോളിസ്റ്റിക് ആപ്ലിക്കേഷൻ ഈസ് നീഡഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷനും റിജിഡിറ്റിയും ഓവർ എംഫസിസ് ഓൺ എഫിഷ്യൻസിയും എത്നോസെൻട്രിസവും എല്ലാം ഈ മാനേജ്മെൻറ്റ് തിയറിയുടെ പോരായ്മകളെന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ചില പ്രധാനപ്പെട്ട കോട്ടുകളുണ്ട്. ആ കോട്ടുകളും കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, അല്ലേ? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നതാണ്. ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. പക്ഷേ ലീഡർഷിപ്പ് എന്ന് പറയണതോ, അല്ലേ, ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നത് ലീഡർഷിപ്പും കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുന്നത് മാനേജ്മെൻറ്റുമാണ് എന്ന് പറയുന്നത് പീറ്റർ ഡ്രക്കറാണ്. ദ ബെസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് സംടൈംസ് ലെസ് മാനേജ്മെൻറ്റ്. ബെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറച്ച് മാത്രം മാനേജ് ചെയ്യേണ്ടുന്ന അവസ്ഥാവിശേഷത്തിനെയാണ് നമ്മൾ ഗുഡ് മാനേജ്മെൻറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെ ബെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് റാൽഫ് സ്മെഡ്ലിയുടെ വാചകങ്ങളാണ്. പിന്നെയോ, നോ മാൻ ക്യാൻ മാനേജ് അതേഴ്സ് ഹു കാനോട്ട് മാനേജ് ഹിംസെൽഫ്. സ്വയം മാനേജ് ചെയ്യാൻ സാധിക്കാത്ത ഒരുത്തിന് മറ്റൊരാളെ മാനേജ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ്? പീറ്റർ ഡ്രക്കർ തന്നെയാണ് പറഞ്ഞത്. നല്ല വക്താവാണ് പീറ്റർ ഡ്രക്കർ. പിന്നെയോ, അർത്ഥശാസ്ത്ര ഈസ് നോട്ട് മിയർലി എ ബുക്ക് ഓൺ എക്കണോമിക്സ് ബട്ട് ട്രീറ്റീസ് ഓൺ ഗവേണൻസ്. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ബുക്ക് മാത്രമല്ല, അത് ഭരണനിർവഹണത്തെക്കുറിച്ച് കൂടി പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണെന്ന് പറഞ്ഞത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അമർത്യ സെന്നാണ്. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ദ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് റിഫ്ലക്ട്സ് ഹ്യൂമാനിറ്റീസ് ജേർണി ഫ്രം ഇൻഫോർമൽ ഇൻസ്റ്റിങ്റ്റീവ് കോർഡിനേഷൻ ടു സൊഫിസ്റ്റിക്കേറ്റഡ് അനലിറ്റിക് സിസ്റ്റംസ് എന്ന് പറയുന്നു. പിന്നെയോ, ഇൻ ദ 21st century ഇന്ത്യ നീഡ്സ് അഡാപ്റ്റീവ്, പ്രിൻസിപ്പേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് അക്രോസ് ഗവേണൻസ്, ഡെവലപ്മെൻറ്റ് ആൻഡ് പബ്ലിക് സർവീസ് ഡെലിവറി എന്നാണ് പറയുന്നത്. അപ്പോൾ 21ാം നൂറ്റാണ്ടിലുള്ള നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് എന്താണ്? ദ എവല്യൂഷൻ തോട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്നുള്ള ചിന്തയുടെ ഉറവിടത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇത്തിരി ഹാർഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ ആ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച സ്ഥിതിക്ക് ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടും ആ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനോട് സാദൃശ്യമുള്ളതായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പാഠഭാഗം പഠിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.